ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 3 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് കാണാനുള്ള ലിങ്ക് താഴെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ. ഇതിൽ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. പരീക്ഷയ്ക്ക് എസ് ആയിട്ടൊക്കെ വരാറുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റേജുള്ളൊരു ചാപ്റ്ററാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ മീനിങ്, അതുപോലെ ഒബ്ജക്റ്റീവ്സ്, യൂസസ്, ലിമിറ്റേഷൻസ്, അതോടൊപ്പം തന്നെ ഫ്ലോ ഓഫ് ഫണ്ട് എന്നൊരു കോൺസെപ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് മീനിങ് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫണ്ട്? അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. ആ 3 കാര്യങ്ങൾ എടുക്കാം നമുക്ക്. ഒന്ന് ഫണ്ട്, രണ്ടാമത് ഫ്ലോ ആണ്, മൂന്നാമതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് 3 സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായി ദ ടേം ഫണ്ട് ക്യാൻ ബി യൂസ്ഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേയ്സ്. 3 രീതിയിൽ നമുക്ക് ഫണ്ട് എന്നുള്ള ആ ടേം മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത് മനസ്സിലാക്കാനുള്ളത് ഇറ്റ്സ് ഇൻ എ നാരോ സെൻസ്. ഇറ്റ് മീൻസ് ക്യാഷ് ഓർ മണി. ഒരു നാരോ സെൻസിൽ, വളരെ ഇടുങ്ങിയ ഒരു അർത്ഥത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയാൽ അതോട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് അല്ലെങ്കിൽ മണി എന്നാണ് ഫണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമതൊരു രീതിയിൽ പറയുന്നത് ബ്രോഡ് സെൻസിലാണ്. ബ്രോഡ് സെൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മീൻസ് ഓൾ ഫൈനാൻഷ്യൽ റിസോഴ്സസ്. എല്ലാ ഫൈനാൻഷ്യൽ റിസോഴ്സസിനും നമുക്ക് ഫണ്ട് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ വരുന്നത് കുറച്ചുകൂടെ പോപ്പുലർ സെൻസാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് ലാബിലിറ്റിയേക്കാൾ കൂടുതലുള്ള കറണ്ട് അസറ്റ്. അപ്പോൾ നമ്മളത് ഇക്വേഷൻ വൈസ് പറയുമ്പോൾ നമ്മളത് റേഷ്യോസ് പറഞ്ഞു കണ്ടതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്നത് എങ്ങനെയാണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി എന്നാണ്. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലാബിലിറ്റി കുറച്ച് കിട്ടുന്ന തുകയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് 3 കോൺസെപ്റ്റിലാണെന്ന് മനസ്സിലാക്കിയത്. ഒന്ന്, അതൊരു ക്യാഷ് എന്ന നിലക്കും. രണ്ടാമത്തത് അത് ടോട്ടൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് എന്ന ഒരു രീതിയിലും. മൂന്നാമത്തത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന രീതിയിലും. ഇതിൽ മൂന്നാമത് പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഫണ്ട് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഓർക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം ഫ്ലോ ആണ്. ഫ്ലോ ഓഫ് ഫണ്ട്. വാട്ട് ഈസ് ഫ്ലോ ഓഫ് ഫണ്ട്? അപ്പോൾ ദ ടേം ഫ്ലോ മീൻസ് ചേഞ്ച്. ഇവിടെ ഫ്ലോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ചാണ്. ഓക്കെ, ആൻഡ് ദെയർ ഫോർ ദ ടേം ഫ്ലോ ഓഫ് ഫണ്ട് മീൻസ് ചേഞ്ച് ഇൻ ഫണ്ട്സ്. അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടിലെ ചേഞ്ച്. ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്തായി അർത്ഥം? വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് എന്നായി. അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് മീൻസ് എ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നർത്ഥം വെക്കാം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലിൽ വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിലെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? ഇറ്റ് മേ ബി എയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ദ വർക്കിംഗ് ക്യാപിറ്റൽ മൈറ്റ് ഹാവ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുകിൽ കൂടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിലെ ഈ ഏറ്റക്കുറച്ചിലുകൾ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്ലോ ഓഫ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ കൂടുതലാവൽ അല്ലെങ്കിൽ കുറവാവൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്ലോയെ അതിൻ്റെ ഒരു തിയററ്റിക്കലി കുറച്ച് ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ നോട്ട് എഴുതുമ്പോൾ എഴുതണം നിർബന്ധമൊന്നുമില്ല. അത് ജസ്റ്റ് ഫ്ലോ ഓഫ് ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഡയഗ്രാം, ഫ്ലോ ഓഫ് ഫണ്ട്.
ഇപ്പോൾ ഇവിടെ ഈ കേസിൽ ആദ്യത്തെ കേസ് കാണാം, CACL. എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി. അതായത് ഒരു കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റിയിലേക്ക് ഉള്ള ചേഞ്ച് ആണെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചു ആവാം, കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് കറണ്ട് അസറ്റിലേക്കുള്ള ചേഞ്ച് ആണെങ്കിൽ അവിടെ എന്തില്ല, ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല, അതായത് നോ ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിൽ ഒരു ആസ്പെക്റ്റ് കറണ്ട് അസറ്റും മറ്റേ ആസ്പെക്റ്റ് കറണ്ട് ലയബിലിറ്റിയുമാണെങ്കിൽ അവിടെ ഫണ്ട് നോ ഫ്ലോ ഓഫ് ഫണ്ട് എന്നർത്ഥം, അതായത് ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. അതോടൊപ്പം തന്നെ ഒരു കറണ്ട് അസറ്റും ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിലെ ഒരു ആസ്പെക്റ്റ് ഒന്നുകിൽ ഡെബിറ്റ് കറണ്ട് അസറ്റ്, ക്രെഡിറ്റും കറണ്ട് അസറ്റ്, അപ്പോഴും ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. അതുപോലെ തന്നെ ഒരു ആസ്പെക്റ്റ് കറണ്ട് ലയബിലിറ്റി, മറ്റേ ആസ്പെക്റ്റും കറണ്ട് ലയബിലിറ്റി, അപ്പോഴും എന്തില്ല, ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. അടുത്തത് ഒരു ആസ്പെക്റ്റ് നോൺ കറണ്ട് അസറ്റ്, അതായത് നോൺ കറണ്ട് ഐറ്റം എന്തോ ആയിക്കോട്ടെ, നോൺ കറണ്ട് അസറ്റും മറ്റേത് നോൺ കറണ്ട് ലയബിലിറ്റി ആണെങ്കിലും അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. ഒരു നോൺ കറണ്ട് അസറ്റും മറ്റൊരു നോൺ കറണ്ട് അസറ്റ് ആണെങ്കിലും ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. ഒരു നോൺ കറണ്ട് ലയബിലിറ്റിയും മറ്റൊരു നോൺ കറണ്ട് ലയബിലിറ്റി ആണെങ്കിലും ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഒരു ആസ്പെക്റ്റ് വരേണ്ടത് കറണ്ട് ഐറ്റവും മറ്റേ ആസ്പെക്റ്റ് വരേണ്ടത് നോൺ കറണ്ട് ഐറ്റവുമാണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലോ ഓഫ് ഫണ്ട് ഉള്ളൂ. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഈ ക്രോസ് ചെയ്ത് കിടക്കുന്ന ആരോ വരുന്ന ആ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചേ. അപ്പോൾ അവിടെ കറണ്ട് അസറ്റ് നോൺ കറണ്ട് ലയബിലിറ്റി, അതായത് ഒരു ഇടപാട് നടക്കുമ്പോൾ ഒന്ന് കറണ്ട് അസറ്റും മറ്റൊന്ന് കറണ്ട് ലയബിലിറ്റിയും. അപ്പോൾ ഒന്ന് കറണ്ട് ഐറ്റവും മറ്റൊന്ന് നോൺ കറണ്ട് ഐറ്റവുമാണ്. അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. ഫ്ലോ ഓഫ് ഫണ്ട് മീൻസ് അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരുന്നുണ്ട്. ഇനി തിരിച്ചാവാം. എങ്ങനെ? ഒരു നോൺ കറണ്ട് അസറ്റ് ഐറ്റവും ഒരു കറണ്ട് ലയബിലിറ്റി ഐറ്റവും ഇൻവോൾവ് ആവുന്ന ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഐറ്റം കറൻറ്റും മറ്റേ ഐറ്റം നോൺ കറൻറ്റുമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സംഭവിക്കണം. ഓക്കെ, അപ്പോഴേ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവുള്ളൂ. ഒരേ കാര്യം തന്നെയാണെങ്കിൽ, അതായത് കറൻറ്റും കറൻറ്റും ആണെങ്കിലോ നോൺ കറൻറ്റും ആണെങ്കിലോ എന്ത് സംഭവിക്കുന്നില്ല? ഫ്ലോ ഓഫ് ഫണ്ട് സംഭവിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ തിയറി. ഇനി ഇവിടെ താഴെ അതിൻ്റെയൊക്കെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ദൈർഘ്യത്തിൽ ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാനീ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ചുരുക്കം. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നു. ഇനി നമുക്കിത് വരുന്ന എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഇതാണ്. ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം എടുത്തിട്ട് വായിച്ച് നോക്കാം. നിങ്ങൾക്ക് വെദർ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ രണ്ട് ഐറ്റം എടുത്തു കഴിഞ്ഞാൽ ബോത്ത് ആർ കറണ്ട് ഐറ്റംസ്. രണ്ടും കറണ്ട് ഐറ്റമാണ്. കറണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആവാം, കറണ്ട് ലയബിലിറ്റി ആവാം. കറണ്ട് ഐറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സ് ആണ് ക്യാഷും ഡെപ്റ്റേഴ്സും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്യാഷ് കളക്ട് ചെയ്യുമ്പോൾ ക്യാഷ് കൂടും അല്ലേ? ഇപ്പോൾ 500 രൂപയെന്ന് വിചാരിച്ചോ കിട്ടിയത്. അപ്പോൾ 500 രൂപ കണ്ട് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഡെപ്റ്റേഴ്സ് എന്നുള്ളത് ഡിക്രീസ് ചെയ്യാനുള്ള ചെയ്യണത്. ഇതേ 500 രൂപ വെച്ചിട്ട് ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് തരാനുള്ള ആളുകൾ അത്ര കണ്ട് കുറയും അല്ലേ? നമുക്ക് ഇങ്ങോട്ട് കടം തരാനുള്ള ആളുകൾ, കടം വാങ്ങിച്ച് തരാനുള്ള ആളുകളുടെ ആ എമൗണ്ട്, അവർ അസറ്റാണല്ലോ നമ്മളുടെ, ആ അസറ്റ് എത്ര കണ്ട് കുറയും? 500 രൂപ കൊണ്ട് കുറയും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 500 കൂടുന്നു, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് 500 കുറയുന്നു. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? നില്ലാണ്. അതായത് നോ ചേഞ്ചാണ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറഞ്ഞിട്ട് അത് എവിടെ പോയി കയറുന്നു? ക്യാഷിൽ കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? ഫണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇത് എല്ലായിടത്തും നമ്മൾ ഈ ഒരു രീതിയിലാണ് ഈ രണ്ട് ഇടപാടുകളെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാം ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കറൻറ്റ് ടു കറൻറ്റാണ്. ഒരു കറൻറ്റ് ഐറ്റത്തിൽ നിന്ന് അത് അസറ്റാണ്, ഒരു കറൻറ്റ് അസറ്റ് മറ്റൊരു കറൻറ്റ് അസറ്റായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ഒരു ഇടപാടിൽ രണ്ട് ആസ്പെക്റ്റുകളും കറൻറ്റ് അസറ്റ് അല്ലെങ്കിൽ കറൻറ്റ് ഐറ്റം വരുന്നു, അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഇനി സെക്കൻഡ് എക്സാമ്പിളും അങ്ങനെ തന്നെയാണ്. ബിൽസ് റിസീവ്ഡ് റിയലൈസ്ഡ് ആണ്.
അപ്പോൾ ബില്ല് റിയലൈസ് ചെയ്യുമ്പോഴും ഡെപ്റ്റേഴ്സിൻ്റെ സ്ഥാനത്ത് ബില്ല് വരുന്നേ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. ക്യാഷ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, പകരം ബിൽസ് റിസീവബിൾ എന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് സെയിം എഫക്റ്റാണ് നെറ്റ് എഫക്റ്റിൽ വരുമ്പോൾ വരിക. അതുകൊണ്ട് തന്നെ അവിടെ ഈ ടോട്ടൽ കറണ്ട് അസറ്റിൽ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അത് റിമെയിൻസ് ദ സെയിം. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു ഇടപാട് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോഴാണ് അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാവുന്നുള്ളൂ. ഇനി മറ്റൊന്ന് ഒരു എക്സാമ്പിളാണ്. ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുകയാണ്. ട്രാൻസാക്ഷൻ ഇതാണ്. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പോൾ ഇവിടെ ഒന്ന് കറണ്ട്, രണ്ടും കറണ്ട് ഐറ്റമാണ്. നമ്മൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കറണ്ട് ഐറ്റമാണ്. ഒന്ന് കറണ്ട് അസറ്റാണ്, മറ്റൊന്ന് കറണ്ട് ലിയബിലിറ്റിയാണ്. ഓക്കെ. അപ്പോൾ കറണ്ട് അസറ്റായിട്ടുള്ള ക്യാഷ് കുറയുന്നു. ഇപ്പോൾ 1000 രൂപ കൊടുത്തെങ്കിൽ കറണ്ട് അസറ്റായിട്ടുള്ള ക്യാഷ് കുറയുന്നു. അപ്പുറത്ത് കറണ്ട് ലിയബിലിറ്റി ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സും കുറയുന്നു. ഓക്കെ. അപ്പോൾ ഫലത്തിൽ രണ്ടും കുറയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ കറണ്ട് അസറ്റോ ടോട്ടൽ കറണ്ട് ലിയബിലിറ്റിയും അവിടെ കുറയുന്നു. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ സെയിം ആയിട്ട് നിൽക്കും, മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. കറണ്ട് അസറ്റും കുറയുന്നു, അതുപോലെ തന്നെ ഈ ലിയബിലിറ്റിയും കുറയുന്നു. അപ്പോൾ നെറ്റ് എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആണല്ലോ വരിക. അപ്പോൾ ഇവിടെയും വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്ലോ ഓഫ് ഫണ്ട്. അവിടെ ചേഞ്ച് ഇല്ല. ഫ്ലോ ഓഫ് ഫണ്ടിൽ ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ഫ്ലോ ഇല്ല എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്ന് കറൻറ്റും അസറ്റും, മറ്റൊന്ന് കറണ്ട് ലിയബിലിറ്റിയും വന്നു. ഇനി തിരിച്ചും വരാം. ഒന്ന് കറണ്ട് ലിയബിലിറ്റി ആവട്ടെ, ഒന്ന് കറണ്ട് അസറ്റ് ആവട്ടെ. അപ്പോൾ മൊത്തം നിങ്ങൾ കറണ്ടാണ് നോക്കേണ്ടത്. കറണ്ട് ഐറ്റം ആണെങ്കിൽ നോ ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ മുകളിൽ കൊടുത്ത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കറണ്ട് ടു കറണ്ട് നോ ഫ്ലോ ഓഫ് ഫണ്ട്. പിന്നെ ഇഷ്യൂഡ് ബിൽസ് പേബിൾ ടു ക്രെഡിറ്റേഴ്സ്. ക്യാഷ് കൊടുക്കുന്നതിന് ഇഷ്യൂഡ് ടു ബിൽസ് പേബിൾ ടു ക്രെഡിറ്റേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇത് രണ്ടും കറണ്ട് കാറ്റഗറിയാണ്. ഒന്ന് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന കറണ്ട് ലിയബിലിറ്റിയും ഡിക്രീസ് ചെയ്യുന്നു. മറ്റൊരു കറണ്ട് ലിയബിലിറ്റി ആയിട്ടുള്ള ബിൽസ് പേബിൾ എന്നുള്ളത് അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ അങ്ങനെ ഇവിടെ ഡെപ്റ്റേഴ്സാണ് എഴുതിയിട്ടുള്ളത്, അത് പോട്ടെ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ഇടപാടിലും മൊത്തം കറണ്ട് ലിയബിലിറ്റി ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നു. ഈ ഇടപാട് നടക്കുമ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിന് യാതൊരു എഫക്റ്റും ഇല്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് രണ്ട് നോൺ കറണ്ട് ഐറ്റംസ് വരുന്ന എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസ്. ഡിബഞ്ചറുകളെ ഷെയറാക്കി മാറ്റുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. ഓക്കെ. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഡിബഞ്ചറിന് ഷെയർ ക്യാപിറ്റലാക്കി മാറ്റും. അപ്പോൾ ഡിബഞ്ചർ നമ്മൾ ക്യാൻസൽ ചെയ്യും, ഡെബിറ്റ് അടിക്കും, പുതുതായിട്ട് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, ക്രെഡിറ്റ് വരും. ഇനി ഇവിടെ രണ്ടും നോൺ കറണ്ട് കാറ്റഗറിയാണ്. അതായത് നോൺ കറണ്ട് കറണ്ട് അല്ലാത്തതെന്ന് അർത്ഥം കേട്ടോ. കറണ്ട് അസറ്റ് കറണ്ട് ലിയബിലിറ്റി നമ്മൾ പറയില്ല, അതല്ലാത്തതാണ് നമ്മൾ നോൺ കറണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിബഞ്ചർ ഒരു ലോങ് ടൈം ലിയബിലിറ്റി ആണല്ലോ, അതാണ് നോൺ കറണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് ലിയബിലിറ്റിയാണ്. നോൺ കറണ്ട് എന്ന് പറയുന്ന അർത്ഥം അതാണ്. അപ്പോൾ നോൺ കറണ്ട് ലിയബിലിറ്റിയാണ് ഡിബഞ്ചർ. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതും ഒരു നോൺ കറണ്ട് ലിയബിലിറ്റി തന്നെയാണ്. അപ്പോൾ ഒരു നോൺ കറണ്ട് ലിയബിലിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ എന്നുള്ളത് ഡിക്രീസ് ചെയ്യുന്നു. മറ്റൊരു നോൺ കറണ്ട് ലിയബിലിറ്റി ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ പകരം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും നോൺ കറണ്ടാണ് സംഭവിക്കുന്നത് അവിടെ. അതുകൊണ്ട് എന്തില്ല, വർക്കിംഗ് ക്യാപിറ്റലിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഫണ്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. നോ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയാം. കാരണം രണ്ടും കറണ്ടാണ്, നോൺ കറണ്ടാണ്. അപ്പോൾ രണ്ട് നോൺ കറണ്ട് വന്നാലും നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഓക്കെ. ഇനി താഴെയുള്ളത് അതുപോലെ തന്നെയാണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പ്രിഫറൻസ് ഷെയറുകൾ എന്ത് ചെയ്യാണ്, റിഡംഷൻ നടത്തുന്ന ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. ഇവിടെയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ റിഡംഷൻ നടത്തുകയാണ്, പകരം ഡിബഞ്ചേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ രണ്ടും നോൺ കറണ്ട് ലിയബിലിറ്റി തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അവിടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇതാണ് നോൺ കറൻറ്റുകൾ വന്നു കഴിഞ്ഞാലും അത് ഫണ്ട് ഫ്ലോയെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച ട്രാൻസാക്ഷൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്.
ഈ ഷെയറുകൾ ക്യാഷിന് ഇഷ്യൂ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ക്യാഷ് കിട്ടി, പകരം ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തു എന്നായി. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റാണ്. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നോൺ കറണ്ട് ലിയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു കറൻറ്റും ഒരു നോൺ കറൻറ്റും വന്നു. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമല്ലോ. ക്യാഷിൻ്റെ അത്ര കണ്ട് ആ ഒരു കറണ്ട് അസറ്റിൻ്റെ പോർഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അപ്പുറത്ത് കറണ്ട് ലിയബിലിറ്റിയിൽ കുറവോ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. കറണ്ട് ലിയബിലിറ്റി കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അപ്പുറത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആ അക്കൗണ്ട് എന്തല്ല, ഒരു കറണ്ട് നാച്ചുറൽ അക്കൗണ്ട് അല്ല, അപ്പുറത്ത് വരുന്നത് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ അവിടെ നോൺ കറണ്ട് ലിയബിലിറ്റി ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റലാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്യാഷ് എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനോട് ആനുപാതികമായിട്ട് ക്രെഡിറ്റ് ഭാഗത്തുള്ള അക്കൗണ്ട് വരുന്നത് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ അതിൽ ഇൻക്രീസ് ചെയ്യും. പക്ഷേ അപ്പോൾ അതെന്തിനെ ബാധിക്കില്ല? കറണ്ട് ലാബിലിറ്റിയെ ബാധിക്കുന്നില്ല. അപ്പോൾ ഒരു ഭാഗം കൂടുന്നു, അതായത് കറണ്ട് അസറ്റായിട്ടുള്ള ക്യാഷ് കൂടുന്നു. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ് വർദ്ധിക്കും. ടോട്ടൽ കറണ്ട് അസറ്റ് വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ. കാരണം അവിടെ ആ ഒരു പർട്ടിക്കുലർ ഇടപാട് നടക്കുമ്പോൾ ഈ കറണ്ട് ലാബിലിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. പകരം എന്ത് കൂടും ചെയ്യും? കറണ്ട് അസറ്റായിട്ടുള്ള ക്യാഷ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ ഇൻക്രീസ് ചെയ്യും. കറണ്ട് ലാബിലിറ്റിയുടെ അത് ആ സെയിം ആയിട്ട് അവിടെ നിൽക്കും. കാരണം അതിനത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ എന്ത് കൂടും? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇടപാട് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു, ആ രീതിയിലാണ് വരിക. അപ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടെന്ന് പറയാം? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഒരു ഫ്ലോ ഓഫ് ഫണ്ട് വരുന്നതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഒരു കറണ്ട് ടു നോൺ കറണ്ട് മുകളിൽ ഹെഡിങ് നോക്കുക. കറണ്ട് ടു നോൺ കറണ്ട് വന്നാൽ എന്തുണ്ട്? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. തിരിച്ചു ആവാം കേട്ടോ. ഇപ്പോൾ രണ്ട് ഇൻവോൾവ് ആവുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അത് കറണ്ടിൽ നിന്ന് നോൺ കറണ്ടിലേക്ക് മാറുക എന്ന് ഈ ആരോ മാർക്കിന് അർത്ഥമല്ല. ഒരു ആസ്പെക്റ്റ് കറണ്ട് വരിക, മറ്റേ ആസ്പെക്റ്റ് നോൺ കറണ്ട് വരിക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇവിടെ രണ്ടാമത്തെ എക്സാമ്പിൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയറുകൾ റിഡംഷൻ നടത്തുകയാണ്. അപ്പോൾ അത് തിരിച്ച് പൈസ ആയിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്. ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് നോൺ കറണ്ട് ഐറ്റമാണ്, അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റിയാണ്. ക്യാഷ് എന്നുള്ളത് കറണ്ട് അസറ്റുമാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഡിക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. അപ്പോൾ എന്ത് കുറയും? വർക്കിംഗ് ക്യാപിറ്റലും കുറയും. ഇതിവിടെ കറണ്ട് ലാബിലിറ്റീനെ അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം അതർ സൈഡിലുള്ളത് കറണ്ട് ഐറ്റം അല്ല, നോൺ കറണ്ട് ഐറ്റമാണ്. അപ്പോൾ അവിടെ ആ ഇടപാട് നടക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിലെ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും നമ്മൾ എടുത്താൽ കറണ്ട് അസറ്റിൽ മാത്രമേ കുറവ് വരുള്ളൂ. കറണ്ട് ലാബിലിറ്റി റിമെയിൻസ് ദ സെയിം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം കറണ്ട് അസറ്റിൻ്റെ ഭാഗം കുറയും. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസാക്ഷനിലും എന്ത് വരുന്നുണ്ട്? ഫ്ലോ ഓഫ് ഫണ്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 കേസിലും ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. ഈ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിളായിട്ടുള്ള ഒരു കറണ്ട് ഒരു നോൺ കറണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ 2 കോൺസെപ്റ്റ് പറഞ്ഞു, ഫണ്ട് ആൻഡ് ഫ്ലോ ഓഫ് ഫണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കതിലേക്ക് വരാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ വാക്ക് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഫ്ലോ ഓഫ് ഫണ്ട്. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് ദ ഫ്ലോ ഓഫ് ഫണ്ട്. ഫണ്ടിൻ്റെ ഫ്ലോ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ചുകൂടെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് മെഷേഴ്സ് ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഫേമിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു വർഷത്തെ കണക്കാണല്ലോ കിട്ടുന്നത്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫണ്ടിന് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല.
എത്ര ഫണ്ട് ഉണ്ടായി, അല്ലെങ്കിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ചേഞ്ച് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ അവർക്ക് എത്ര ഫണ്ട് ആ ഒരു വർഷം വന്നു, എത്ര ഫണ്ട് അവർ യൂട്ടിലൈസ് ചെയ്തു, ഇതൊന്നും നമുക്കതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട്സ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. ഇത് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിനുള്ളിൽ, അതായത് ആ ഒരു പർട്ടിക്കുലർ ഇയറിനകത്ത് അവർക്ക് എന്ത് മാറ്റമാണ് അവരുടെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളത്, എത്ര ഫണ്ട് വന്നു, എത്ര ഫണ്ട് അവർ ചിലവഴിച്ചു. ഇവിടെ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട്. ഒരു ഫണ്ടിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി ഫണ്ട്, ഏത് രൂപത്തിൽ, എവിടെ നിന്നെല്ലാം ഫണ്ട് സ്ഥാപനത്തിലേക്ക് വന്നു, ആൻഡ് യൂസസ് ഓഫ് ഫണ്ട്, ആ വന്ന ഫണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫണ്ട്. ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഫണ്ടിൻ്റെ ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അകത്തേക്ക് സ്ഥാപനത്തിനുള്ളിലേക്ക് വരുന്നതും, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. അപ്പോൾ ഏത് രൂപത്തിൽ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് വേറെ വാക്ക് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഫണ്ടിൻ്റെ ഔട്ട്ഫ്ലോയും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഒരു ഡെഫിനേഷൻ ഉണ്ട് അന്തോണിയുടെ. ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ്സ്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നു ദ സോഴ്സസ് ഫ്രം വിച്ച് അഡീഷണൽ ഫണ്ട്സ് വെർ ഡിറൈവ്ഡ്. അഡീഷണൽ ഫണ്ട്സൊക്കെ എവിടെ നിന്നൊക്കെയാണ്, അതായത് ഇപ്പോൾ നേരത്തെ ഒരു ബാലൻസ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും, അതിന് കൂടാതെ ആ ഡ്യൂറിങ് ദി ഇയറിൽ എവിടെ നിന്നാണ് അഡീഷണൽ ഫണ്ട്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, എവിടെ നിന്നൊക്കെ അവർക്ക് സംഘടിപ്പിച്ചു. ആൻഡ് ദ യൂസസ് ടു വിച്ച് ദീസ് സോഴ്സസ് വെർ പുട്ട്, അതായത് ഈ സോഴ്സൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് ഇങ്ങനെ കിട്ടിയിട്ടുള്ള പണം എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തു, ഇത് കാണിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ഫോർ വാട്ട് പേർപ്പസ് ആൻ ഓർഗനൈസേഷൻ പ്രിപ്പയേഴ്സ് എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് അതിൻ്റെ ഉത്തരമാണ്. അപ്പോൾ അതിലൊന്ന്, ടു സെർവ് ആസ് എ ടെക്നിക്ക് ഓഫ് മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഇത് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് ആണല്ലോ ഇത് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടെക്നിക്കായിട്ട് മനസ്സിലാക്കാം. എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കാനുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടു നോ ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദെയർ കോസസ്. വർക്കിംഗ് ക്യാപിറ്റലിൽ വന്ന ചേഞ്ച് മനസ്സിലാക്കാൻ, എന്ത് ചേഞ്ച് വന്നു, എന്തുകൊണ്ടാണ് ചേഞ്ച് വന്നത്, അതിൻ്റെ കാരണങ്ങളും. 3, ടു റിവീൽ ദ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ബിസിനസ്സിൻ്റെ ഹ്രസ്വ കാലത്തേക്കുള്ള അവരുടെ സാമ്പത്തിക ബലഹീനതകളും അതുപോലെ തന്നെ ശക്തിയൊക്കെ റിവീൽ ചെയ്യുന്നു ഇതിലൂടെ. പിന്നെ ടു ആൻറ്റിസിപ്പേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എത്രയായിരിക്കും എന്നുള്ള നമുക്കൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അത് മറ്റൊരു ഒബ്ജക്റ്റീവ്. പിന്നെ എന്നുള്ളത് ടു റിവീൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ. ഒരു പ്രത്യേക വർഷത്തിനിടയിൽ സംഭവിച്ചുള്ള പ്രധാനപ്പെട്ട മേജർ ചേഞ്ചസ് എന്തെല്ലാം എന്നുള്ളത് റിവീൽ ചെയ്യുന്നു. ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ബജറ്റിംഗ്. അപ്പോൾ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇറ്റ് ആക്ട്സ് ആസ് എ ബേസിസ് ഫോർ ബജറ്റിങ്ങിനുള്ള ഒരു അടിസ്ഥാനം നിലനിൽക്കും ഇത് വർത്തിക്കുന്നു എന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ യൂസസ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസസ്. അപ്പോൾ അതിൽ 4 യൂസസ് ആണുള്ളത്, 4 വിഭാഗം ആളുകൾക്കുള്ള യൂസസ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതിയതിനു ശേഷം പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അതിലൊന്ന് യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഗുണം എന്ത് എന്നുള്ളതാണ്. പോയിൻറ്റ്സ് മാത്രം നോടിച്ചു പോവാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. അത് ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് എനേബിൾസ് ടു നോ ദി എബിലിറ്റി ഓഫ് ദ കമ്പനി ടു പേ ഡിവിഡൻറ്റ് കൊടുക്കാനുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ അവരെ സഹായിക്കുന്നു. ഇതെല്ലാം ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള അവർക്കുള്ള മെച്ചങ്ങളാണ്. പിന്നെ മറ്റൊന്ന് ലോങ് ടേം ക്രെഡിറ്റേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് പറയുന്നത് ഈ കമ്പനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റൊക്കെ കൊടുത്തു തീർക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന് ഈ കമ്പനിയുടെ കപ്പാസിറ്റി, ഈ ലോണ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സൊക്കെ റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് ലോങ് ടേം വ്യൂവിലാണ്. ഇനി ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിനും
ബാങ്ക്സിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ല, ഷോർട്ട് ടൈം ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹെൽപ്സ് ടു നോ വെദർ ദ മണി ബോറോഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്. ഈ ഷോർട്ട് പീരീഡിലാണല്ലോ ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കറണ്ട് ലാബിലിറ്റി ഒക്കെ വരുന്ന ആ പീരീഡിലേക്കാണല്ലോ. അപ്പോൾ കറണ്ട് ലാബിലിറ്റി ആയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന ഫണ്ടുകളുണ്ടാവും. അപ്പോൾ അതെല്ലാം ശരിയായ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ പണം ബോറോ ചെയ്യുന്ന പണം ശരിയായ രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ വെദർ ദ കമ്പനി ക്യാൻ പേ ഇൻട്രസ്റ്റ് ആൻഡ് റീപേ ദ പ്രിൻസിപ്പൽ ഇൻ ടൈം. അതായത് കമ്പനിക്ക് അവർ വായ്പ എടുത്തിട്ടുള്ള അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടക്കാനും അതിൻ്റെ പുറത്തുള്ള പലിശ കൃത്യമായിട്ട് അടക്കാനുമുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഓക്കെ. ഇനി നാലാമത് വരുന്നത് യൂസ്ഫുൾ ടു മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, 6-7 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന്, പ്ലാനിങ് ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഒരു നിക്ഷേപത്തെ പറ്റിയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ ഫണ്ടിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഡിവിഡൻഡ് പോളിസി ഫോമുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ ഫ്യൂച്ചറിൽ ആവശ്യം വരും എന്നുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നിലവിലുള്ള വർക്കിംഗ് ക്യാപിറ്റലൊക്കെ എഫക്റ്റീവായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അസറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെയുള്ളത്, അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും അൺനെസസറി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഏതെങ്കിലും ഫിക്സഡ് അസറ്റിൽ ചെയ്തിട്ടുണ്ടോ, അതായത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമല്ല മൊത്തത്തിൽ ഫണ്ട് എന്ന കോൺസെപ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാം. അതങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത്, അത് വേണ്ടാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടോ, അനാവശ്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ റീസൺ ഫോർ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഇഫ് എനി. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നതിന് ഈ വർക്കിംഗ് ക്യാപിറ്റൽ അതെന്തെങ്കിലും രീതിയിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ലോങ് ടേം ഡെപ്റ്റ്സ് റിഡംഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്ലാനിങ് നടത്താം. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് ഇനി വരുന്നൊരു കോൺസെപ്റ്റാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് വരുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ്, ഇറ്റ് ഷോസ് വാട്ട് ഹാപ്പഡ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ പറഞ്ഞു ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിനകത്ത് സംഭവിച്ച കാര്യമാണ് ഇതിലൂടെ നമ്മൾ റിവീൽ ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് മുമ്പ് കഴിഞ്ഞ കാര്യത്തിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടമാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ. അത് ഹിസ്റ്റോറിക്കലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇറ്റ്സ് ഓൺലി എ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഗിവൺ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തന്നിട്ടുള്ള ഡാറ്റയെ നമ്മളൊരു പ്രത്യേക രീതിയിൽ റീ അറേഞ്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതൊരു ഒറിജിനൽ അല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് എടുത്തിട്ട് ചില പ്രത്യേക രീതിയിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് ഇറ്റ് കനോട്ട് റിവീൽ കണ്ടിന്യൂസ് ചേഞ്ചസ്. തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ് ഇതിലൂടെ റിവീൽ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഒരു ഡ്യൂറിങ് എ പീരീഡിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് അഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യാത്ത എന്തെല്ലാം ഇടപാടുകൾ നടന്നു എന്നത് ഇത് പരിഗണിക്കുന്നില്ല. അതാണ് മറ്റൊരു പ്രശ്നം. പിന്നെ മറ്റൊന്ന്, ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബാലൻസ് ഷീറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനോ അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനോ ബാലൻസ് ഷീറ്റിനോ ഒരു പകരമൊന്നുമല്ല ഇത്. ഇറ്റ്സ് ഓൺലി എ സപ്ലിമെൻറ്റ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു സപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. 6, ഇറ്റ് ഈസ് നോട്ട് ആസ് യൂസ്ഫുൾ ആസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് വേറെ ഒരെണ്ണം പഠിക്കാനുള്ളതാണത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അത്രത്തോളം ഇത് യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ്. കാരണം അവിടെ നെറ്റ് ക്യാഷ് ബേസിസിലാണ് അത് ചെയ്യുന്നത്. ഇവിടെ ഫണ്ട് എന്നുള്ള കോൺസെപ്റ്റാണ്, അതിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി 7th വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് റിവീൽ ദ ക്യാഷ് പൊസിഷൻ ഓഫ് എ ഫേം. ഇതൊരു ഫേമിൻ്റെ ക്യാഷ് പൊസിഷൻ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം ക്ലാസ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.